വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട മോട്ടോർ സൈക്കിൾ ബ്രാൻഡുകളിൽ ഒന്നാണ് റോയൽ എൻഫീൽഡ്. 2024-2025 സാമ്പത്തിക വർഷത്തിൽ ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനി 1 ദശലക്ഷം മോട്ടോർ സൈക്കിളുകളാണ് വിറ്റയച്ചത്. ഈ നേട്ടം ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ റോയൽ എൻഫീൽഡിന്റെ ജനപ്രീതി അടിവരുകയും രാജ്യത്ത് റെട്രോ സ്റ്റൈൽ മോട്ടോർ സൈക്കിളുകൾക്കുള്ള ഡിമാൻഡ് ഉയർത്തി കാണുകയും ചെയ്യുന്നു. ഏറ്റവും ജനപ്രിയമായ റോയൽ എൻഫീൽഡിന്റെ 350cc മോട്ടോർ സൈക്കിളുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം വിൽപ്പനയുടെ 86% സംഭാവന ചെയ്തത്. ഈ വിഭാഗത്തിൽ ക്ലാസിക് 350, ഗോവൻ ക്ലാസിക് 350, ബുള്ളറ്റ് 350, ഹണ്ടർ 350, മീറ്റിയോ 350 എന്നിങ്ങനെ 5 മോഡലുകൾ വാഗ്ദാനം ചെയ്യുന്നു. റോയൽ എൻഫീൽഡിന്റെ തങ്ങളുടെ 350cc ശ്രേണിയിൽ സ്ഥിരമായി മിഡ് സൈക്കിൾ അപ്ഡേറ്റുകൾ നടപ്പാക്കാറുണ്ട്. കഴിഞ്ഞ വർഷമാണ് കമ്പനി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ക്ലാസിക് 350 മോട്ടോർ സൈക്കിളിന്റെ അപ്ഡേറ്റ് പതിപ്പ് പുറത്തിറക്കിയത്. ഇപ്പോൾ കമ്പനി അതിന്റെ ജനപ്രിയ മോട്ടോർ സൈക്കിളുകളായ ഹണ്ടർ 350, ബുള്ളറ്റ് 350, സൂപ്പർ മീറ്റിയോ 350 എന്നിവയും അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഏപ്രിൽ 26-ന് നടപ്പാക്കാൻ പോകുന്ന ഹണ്ടർഹുഡ് ഫെസ്റ്റിവലിൽ റോയൽ എൻഫീൽഡിന്റെ പുതിയ ഹണ്ടർ 350 പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഒതുക്കമുള്ളതും ചടുലമായതുമായ മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെടുന്ന റൈഡർമാരെ ലക്ഷ്യമിട്ട് 2022-ലാണ് റോയൽ എൻഫീൽഡ് ഹണ്ടർ എന്ന പേരിൽ പുത്തൻ മോട്ടോർ സൈക്കിൾ വിപണിയിൽ എത്തിച്ചത്. അത്ലറ്റിക് ബിൽഡും സ്പോർട്ടി പ്രൊഫൈലും കാരണം 350cc മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ പ്രിയപ്പെട്ട ഓപ്ഷനുകളിൽ ഒന്നായി ഹണ്ടർ 350 അതിവേഗം മാറുന്ന കാഴ്ച നാം കണ്ടു. കുറഞ്ഞ വില കാരണം റോയൽ എൻഫീൽഡിന്റെ ബെസ്റ്റ് സെല്ലിംഗ് മോഡലിൽ ഒന്നായി ഹണ്ടർ മാറി. ഇപ്പോൾ വിൽപ്പന ഉയർത്താൻ വേണ്ടി മോഡലിനെ അപ്ഡേറ്റ് ചെയ്യുകയാണ് റോയൽ എൻഫീൽഡ്. 2025 റോയൽ എൻഫീൽഡ് ഹണ്ടർ 350 മോഡലിന് ചില ചെറിയ അപ്ഡേറ്റുകൾ ലഭിക്കും. പുതിയ മോട്ടോർ സൈക്കിളിൽ ഉപഭോക്താക്കൾക്ക് പുതിയ കളർ ഓപ്ഷനുകൾ, ബോഡി ഗ്രാഫിക്സും ലഭിക്കും. ഫാക്ടറി ബ്ലാക്ക്, ഡാപ്പർ ഗ്രീൻ, ഡാപ്പർ വൈറ്റ്, ഡാപ്പർ ഗ്രേ, റെബൽ ബ്ലാക്ക്, റെബൽ ബ്ലൂ, റെബൽ റെഡ് എന്നിവയാണ് ഹണ്ടർ 350യിൽ നിലവിൽ ലഭ്യമായ കളർ ഓപ്ഷനുകൾ. കഴിഞ്ഞ വർഷം പരീക്ഷണത്തിനിടെ കണ്ടെത്തിയ ടെസ്റ്റ് മ്യൂളിൽ നിന്ന് പുതിയ വൃത്താകൃതിയിലുള്ള LED ഹെഡ്ലാമ്പ് ലഭിക്കുമെന്ന് സൂചനയുണ്ട്. ഉപഭോക്താക്കളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വളരെ ശ്രദ്ധയോടെ പരിഗണിക്കുന്ന കമ്പനിയാണ് റോയൽ എൻഫീൽഡ്. ഹണ്ടർ 350 മോട്ടോർ സൈക്കിളിനെ കുറിച്ചുള്ള ഉപഭോക്താക്കളുടെ പ്രധാന പരാതികളിൽ ഒന്ന് അതിന്റെ കടുപ്പമുള്ള സസ്പെൻഷൻ ആയിരുന്നു. നിരവധി ഉപഭോക്താക്കൾ ഇത് ഉയർത്തി കാണിച്ചതിനാൽ അപ്ഡേറ്റ് പതിപ്പിന് പുതിയ റിയർ സസ്പെൻഷൻ ലഭിച്ചേക്കാം. റിയർ സസ്പെൻഷനിലെ സാധ്യമായ മാറ്റങ്ങൾ ഒഴികെ മറ്റ് ഹാർഡ്വെയർ അതേപടി തുടരും. അതേസമയം ബൈക്കിന്റെ പവർ ടേണിൽ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. 20.2 bhp പവറും 27 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള അതേ 349cc സിംഗിൾ സിലിണ്ടർ എയർ ഓയിൽ കൂൾഡ് OHC ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് ബൈക്കിൽ ഉപയോഗിക്കുന്നത്. ഈ എഞ്ചിൻ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. 800 mm സീറ്റ് ഹൈറ്റ് ഉള്ള ബൈക്കിന് 13 ലിറ്റർ ശേഷിയുള്ള ഫ്യൂവൽ ടാങ്ക് ലഭിച്ചിരിക്കുന്നു. ലിറ്ററിന് 36 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. പുതിയ പരിഷ്കാരങ്ങളുടെ ഫലമായി 2025 റോയൽ എൻഫീൽഡ് ഹണ്ടർ 350യുടെ വില അല്പം കൂടിയേക്കാം. നിലവിൽ ബേസ് വേരിയന്റ് ആയ റെട്രോ ഫാക്ടറി വേരിയന്റിന് 1.50 ലക്ഷം രൂപയാണ് വില. മെട്രോ ഡാപ്പർ വേരിയന്റുകൾക്ക് 1.70 ലക്ഷം രൂപയും മെട്രോ റെബൽ വേരിയന്റുകൾക്ക് 1.75 ലക്ഷം രൂപയുമാണ് വില. ഈ വർഷം അവസാനത്തോടെ ഈ മോഡൽ വിപണിയിൽ വരുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.